എത്ര കിണ്ടി വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല. വെറുതെ ഇരുന്ന് കറങ്ങണല്ലാതെ പുല്ല് ഒരു മേൽഗതിയില്ല, പരഗതിയില്ല. വന്നിറങ്ങണം അവിടെ. 24 മണിക്കൂർ പോലും ആയില്ല. ഇന്നലെ ഇട്ട വീഡിയോക്ക് 50K വ്യൂ കഴിഞ്ഞു. കാണ്. ആ കുറെ ബംഗാളികളുണ്ട്, നീ രക്ഷപ്പെട്ടു പോണു. ഉള്ളതെല്ലാം ബംഗാളി ഫോളോവേഴ്സ് അല്ലേ. നീ ചെയ്യുന്നത് എന്തെന്നറിയാൻ പാപം ബംഗാളികളോട് ക്ഷമിക്കണമേ. ബംഗാളിയാ? അസൂയെന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? എന്റെ ഫാൻസിനെ തൊട്ട് കളിക്കരുത് കേട്ടല്ലേ. പിന്നെ ബംഗാളികളല്ലാതെ അല്ലേ നീ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ലൈക്ക് അടിച്ചിട്ട് പോവാ? ആരാണ് ഇരിക്കുന്നത്? ബംഗാളികളെ അവർക്കൊന്നും മനസ്സിലാവാത്തോണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അതെ, എനിക്ക് 4-3-7 ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷേ എന്നെ കട്ടയ്ക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണവരെ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. ഞാൻ ഈ വലിച്ചു വാരിയുന്ന ആരെയും ഫോളോ ചെയ്യില്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ചില സമയത്ത് തീരുമാനം എടുക്കേണ്ടി വരും, ഫോളോ ചെയ്യണോ അൺഫോളോ ചെയ്യണോ എന്ന്. അതെനിക്ക് മനസ്സിലായി. 2 ലൈക്ക് കിട്ടണല്ലോ, 1 ലൈക്ക് എൻ്റെ വന്ന് നിന്റെ ലൈക്ക്, അങ്ങനെ 2 ലൈക്ക്. അപമാനം. എനിക്കപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ അൺഫോളോ ചെയ്തോ ഇല്ലേന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഫോളോവേഴ്സ് കൂടെ എനിക്ക് ഇത്തിരി അസൂയ കൂടുതലാണ്. എനിക്കെന്തിനാ അസൂയ? ഞാൻ ഇത് കുറെ കണ്ടിട്ടുള്ളത് തന്നെ. എന്തിനാടാ ലൈക്ക് കിട്ടിയിട്ട് എന്തിനാടാ അരി വാങ്ങിക്കാനാ? നീ എന്നെ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ട് ഞാൻ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കും, നോക്കിക്കോ. നീ റിപ്പോർട്ട് അടിക്കേ പൂട്ടിക്കേ എന്തോണേ ചെയ്യ, എനിക്കെന്തോന്നു. അതെ, നീ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാൽ എനിക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 4-3-7 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് അല്ലേ പോകുള്ളൂ. എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ റിപ്പോർട്ട് അടിച്ചോണ്ടല്ല, നിന്റെ 100K ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാ പോണത്. സംജാ